സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനെ എവിടെ നോക്കിയാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ചുള്ള വാർത്തകളാണ്. സോഷ്യൽ മീഡിയ തുറന്നാലും ആരോട് സംസാരിച്ചാലും അതെല്ലാം വന്ന് നിൽക്കുന്നത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലാണ്. PSC ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ തീർത്താലും തീരാത്ത സംശയങ്ങളാണ്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുമെന്നുള്ള കാര്യം PSC നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പൊതുവെ വിളിക്കുമെങ്കിലും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ മാത്രമായിരിക്കില്ല വിജയികൾക്ക് നിയമനം ലഭിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആൻഡ് ഓഡിറ്റർ പോസ്റ്റിലേക്ക് വിളിക്കുന്ന ഈ എക്സാം നടത്തുന്നത് 6 ഓഫീസിലേക്കാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 സെക്രട്ടേറിയറ്റ് ഓഫ് കേരള, 2 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ കേരള PSCയിലേക്ക്, 3 ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, 4 ഓഫീസ് ഓഫ് വിജിലൻസ് ട്രൈബ്യൂണൽ, 5 സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസ്, 6 അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ്. അങ്ങനെ ഈ 6 സ്ഥാപനങ്ങളിലേക്കാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്കാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതെങ്കിൽ അത് എറണാകുളത്തായിരിക്കും. ഈ 6 ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുള്ള പോസ്റ്റിനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പൊതുവെ വിളിക്കാൻ കാരണം കൂടുതൽ പോസ്റ്റിംഗ് നടക്കുന്നത് സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ടാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ വിജയിച്ചാൽ എവിടെയായിരിക്കും നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരിക എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഇപ്പോൾ ലഭിച്ചു കാണുമല്ലോ. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എത്ര രൂപയാണ് ശമ്പളം എന്ന് നോക്കാം. 39,300 മുതൽ 83,000 രൂപ വരെയാണ് ബേസിക് പേയ്മെൻറ്റായി ലഭിക്കുക. ഇതിനു പുറമെ DAയും HRAയും ചേർത്ത് ഏകദേശം 47,000-ഓളം രൂപ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് തുടക്കത്തിൽ തന്നെ ലഭിക്കും. ഇത്രയും രൂപയൊക്കെ ശമ്പളമായി തരുമ്പോൾ എന്താണ് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചെയ്യുന്ന ജോലി എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. അതും പറയാം. സെക്ഷൻ ഡയറി, ഫയൽ രജിസ്റ്റർ, ഫയൽ മൂവ്മെന്റ് രജിസ്റ്റർ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രൈമറി ഡ്യൂട്ടി. ഇതിനൊപ്പം സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുക, പ്രോജക്റ്റ് പ്രപ്പോസലിന്റെ ഫയൽ വർക്ക്സ്, ഗവൺമെന്റ് ഓർഡേഴ്സ്, ട്രാൻസ്ഫർ, ഡിസിപ്ലിനറി ആക്ഷൻ എന്നിവ കൈകാര്യം ചെയ്യുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് പോസ്റ്റിലുള്ളവരായിരിക്കും. വളരെയേറെ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അസിസ്റ്റന്റ് പോസ്റ്റിലായിരിക്കും നിങ്ങൾ ആദ്യം അപ്പോയിന്റഡ് ആകുന്നത്. 2-3 വർഷത്തിനുള്ളിൽ തന്നെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റായി പ്രൊമോഷൻ ലഭിക്കും. അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായിട്ടാണ്. അതിനടുത്തത് സെക്ഷൻ ഓഫീസർ. സെക്ഷൻ ഓഫീസർ ആകുന്നതോടെ നിങ്ങൾ ഗസറ്റഡ് റാങ്കിലേക്കാണ് ഉയരുന്നത്. ഗസറ്റഡ് റാങ്കിലേക്ക് നിങ്ങൾക്ക് 10 വർഷത്തിനുള്ളിൽ തന്നെ എത്താൻ സാധിക്കും. സെക്ഷൻ ഓഫീസർ കഴിഞ്ഞാൽ അണ്ടർ സെക്രട്ടറി ആണ് അടുത്തത്. അണ്ടർ സെക്രട്ടറി പോസ്റ്റ് എന്ന് പറയുന്നത് KS അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് തുല്യമായിട്ടുള്ളതാണ്. അതിനു പിന്നാലെ ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി വരെ പോസ്റ്റിംഗ് വരും. അണ്ടർ സെക്രട്ടറിക്ക് മുകളിലുള്ള പ്രൊമോഷനിലെല്ലാം തന്നെ ഒഴിവുകൾ, സീനിയോറിറ്റി, പ്രായം എന്നിവ പരിഗണിച്ചാണ് പോസ്റ്റിംഗ് നടക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാനുള്ള യോഗ്യതയിൽ ആർക്കും സംശയമുണ്ടെന്ന് തോന്നില്ല. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു ബിരുദമായിരിക്കണം നിങ്ങളുടെ യോഗ്യത. അതിപ്പോൾ BA ആകാം, BSc ആകാം, BTech ആകാം, BArch ആകാം. ഒരു അംഗീകൃത ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാം. ഇനി പ്രായത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. അത് OBC വിഭാഗമാണെങ്കിൽ 39 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 41 വയസ്സ് വരെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ സാധിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷാ രീതിയെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളാണ്. പുതിയ സർക്കുലർ പ്രകാരം 3 സ്റ്റേജുകളിലായിട്ടായിരിക്കും ഈ എക്സാം നടക്കുക. ആദ്യം ഒബ്ജക്റ്റീവ് രീതിയിലുള്ള പ്രിലിമിനറി പരീക്ഷ. 100 മാർക്കിനുള്ള ഈ എക്സാമിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കും അടുത്ത സ്റ്റേജിലേക്ക് പോകാം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മെയിൻസ് പരീക്ഷയാണ്. സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ പേപ്പർ 1, 2 എന്നിങ്ങനെ 2 പേപ്പറുകളിലായിട്ടാണ് ഈ എക്സാം നടക്കുക. 2 പേപ്പറും ചേർത്ത് 200 മാർക്കായിരിക്കും. ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് 3-ാം ഘട്ടത്തിലെ 20 മാർക്കിനുള്ള ഇൻ്റർവ്യൂവിനെത്തുക. ഈ 3 ഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഒരൊറ്റ റാങ്ക് ലിസ്റ്റ് മാത്രമേ ഉണ്ടാകൂ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വകുപ്പുകളിലേക്കും, എല്ലാ തസ്തികകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നിയമനം നടക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് എന്തായിരിക്കും എന്നുള്ള ചോദ്യങ്ങളാണ് ഇനി പ്രധാനമായിട്ടുള്ളത്. പ്രിലിമിനറി എക്സാമിന് ഡിഗ്രി തല പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെയായിരിക്കും ഫോളോ ചെയ്യേണ്ടത്. മെയിൻസ് പരീക്ഷയിൽ പേപ്പർ 1-ൽ ജനറൽ ടോപ്പിക്സും പേപ്പർ 2-ൽ സ്പെഷ്യൽ ടോപ്പിക്സും ആയിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്സിൽ ഗവേണൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ സബ്ജക്റ്റുകൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിൻ്റെ കൃത്യമായ ധാരണ നോട്ടിഫിക്കേഷൻ എത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുവരെ സമയം കളയാതെ സിലബസിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലി ഉറപ്പാക്കാൻ എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. കഴിഞ്ഞ തവണത്തെ സെക്രട്ടേറിയറ്റ് എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കും. 2021-ലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത്. 2022-ൽ പ്രിലിംസും മെയിൻസും നടന്നു. പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 45.56-ഉം മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 43.67-ഉമായിരുന്നു. 2023 ഡിസംബർ 4-നാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്.
2091 പേർക്കാണ് അവസാന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞത്. ഈ വർഷം ഒക്ടോബർ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം 419 പേർക്ക് അഡ്വൈസ് മെമ്മോ പോയി കഴിഞ്ഞു. ഏകദേശം ഒരു 800 പേർക്ക് ലിസ്റ്റ് അവസാനിക്കും മുമ്പ് ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കോമ്പറ്റീഷൻ എത്രമാത്രമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രിലിംസും മെയിൻസും മുന്നിൽ കണ്ടിട്ടുള്ള പഠനമാണ് നടത്തേണ്ടത്. 2023-ലും 2024-ലും നടന്ന ഡിഗ്രി തലത്തിലുള്ള എല്ലാ പരീക്ഷാ പേപ്പറുകളും വർക്കൗട്ട് ചെയ്യുമ്പോൾ PSCയുടെ പുതിയ ട്രെൻഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ചിട്ടയായ പഠനവും കൃത്യമായ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ഒരു കസേര നിങ്ങൾക്കുള്ളതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഒരുവിധം അവസാനിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള KS മെൻറ്ററിൽ ജോയിൻ ചെയ്താൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളും നോട്ട്സുകളും ക്വിസുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനിയും സമയം കളയാതെ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചു തുടങ്ങിക്കോളൂ. ഈ സമയം കടന്നുപോകും, അത് വെറുതെ ആകരുത്.